everybody, so welcome to 10th Easy with MJ. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജനറൽ പാത്തോളജിയിലെ 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഈസ്നോഫിലിയനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇഫ് യു ആർ എ സെക്കൻഡ് ഇയർ BD സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ എക്സാംസ് 4th സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. സോ അതിന് പറ്റിയ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്ലാസ് ആണ്, സെക്ഷൻസ് ആണ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്കും നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്. എന്നാൽ മാത്രമേ എനിക്ക് പുതുതായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവണമെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അത് ഷെയർ ചെയ്യുക. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലൂടെ പോകാം കേട്ടോ. സോ ഈസ്നോഫിലിയ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഈസ്നോഫിലിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. സോ ഈസ്നോഫിലിയ എന്ന് പറയുന്നത് സിമിലർ ടു നമ്മുടെ നമ്മുടെ ന്യൂട്രോഫിൽ, ബേസോഫിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഡിഫറെൻറ്റ് മെക്കാനിസമാണ് ഇവർ മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. സോ അവരുമായിട്ട് സിമിലർ ആയിരിക്കും നമ്മുടെ ഈസ്നോഫിലുകൾ എന്ന് പറയുന്നത്. മെയിൻലി നമ്മുടെ ബോഡിയിൽ 12 to 15 മൈക്രോമീറ്ററോളമാണ് നമ്മൾ ഈ പറഞ്ഞ ഈസ്നോഫിൽസ് മെയിൻലി പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി ഈസ്നോഫിൽസിൽ ഒരു പിങ്ക് കളേർഡ് ആയിട്ടുള്ള ഒരു പിഗ്മെൻ്റ് ഉണ്ട്, അതിന് ഗ്രാനുൾസ് ആണ്. സോ അവരാണ് നമ്മൾ മെയിൻലി ഈസ്നോഫിൽസിന് ഒരു പിങ്ക് കളർ മെയിൻലി കൊടുക്കുന്നത്. ഇനി ഇവരുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ എന്തെങ്കിലും ഒരു അലർജൻ നമ്മുടെ ബോഡിയിലോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ ഈസ്നോഫിൽസ് ആക്ടിവേറ്റഡ് ആവും, എന്നിട്ട് അവരെ ഇൻഗൾഫ് ചെയ്യലാണ് ഇവരുടെ മെയിനായിട്ടുള്ള പരിപാടി. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ ഇവർ ചില പ്രോട്ടീൻസിനെ റിലീസ് ചെയ്യും. അത് നമ്മുടെ ആസ്മ പേഷ്യന്റുകളിൽ ചാർക്കോൾ ലീഡൻ ക്രിസ്റ്റൽസിനെ റിലീസ് ചെയ്യിപ്പിക്കും. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് ഈസോഫിൽസ് എന്ന് പറയണം. ഈസ്നോഫിൽസ് എന്ന് പറയുന്നത് സിമിലർ ടു ന്യൂട്രോഫിൽസ് ആണ്. 12 to 18 മൈക്രോമീറ്ററോളമാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അവരെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയനും അലർജൻസിനും ഒക്കെ എൻഗൾഫ് ചെയ്യാൻ നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന സമയത്ത് ഇവർ അതിന് ഹെൽപ്പ് ചെയ്യുന്ന റെഡ് കളർ പിഗ്മെൻ്റ് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് പ്രസൻ്റ് ആയിരിക്കും. സോ അലർജൻസ് കയറുമ്പോൾ അവർ എൻഗൾഫ് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ അവരൊരു പ്രോട്ടീനെ റിലീസ് ചെയ്യിപ്പിക്കും. ആസ്മ പേഷ്യൻസിൽ ചാർക്കോൾ ലേഡൻ ക്രിസ്റ്റൽസ് റിലീസ് ചെയ്യിപ്പിക്കും എന്നാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. സോ കമ്മിങ് ടു ഈസ്നോഫിലിയ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ് ഇൻ വിച്ച് നമ്മൾ ഈസ്നോഫിൽസിൻ്റെ എമൗണ്ട് 400 മൈക്രോമീറ്ററിൻ്റെ കൂടുതൽ എക്സീഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്നത്. 400 മൈക്രോമീറ്റേഴ്സിനെക്കാട്ടിലും കൂടുതലാവുന്ന ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ഈസ്നോഫിലിയ. സോ ഈസ്നോഫിലിയ കോസ് ചെയ്യുന്നത് മെയിൻലി എന്തുകൊണ്ടാണ്? ഒന്ന്, അലർജിക് ഡിസീസ് വരുന്ന സമയത്ത് നമ്മൾ ഹേ ഫീവർ, ആസ്മ, അതേപോലെ തന്നെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഡ്രഗ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെയാണ് അലർജിക് ഡിസീസ്. സോ ഈ അലർജിക് ഡിസീസ് ഉണ്ടാകുമ്പോൾ ഈസ്നോഫിലിയ എന്നൊരു കണ്ടീഷൻ വരും. ആൻഡ് അതിൽ പാരസൈറ്റുകൾ, നമ്മൾ ഇൻഡസ്ട്രിയൽ പാരസൈറ്റിസം ഒക്കെ വരുന്ന സമയത്തും, അതേപോലത്തെ സ്കിൻ ഡിസീസ് ആയിട്ടുള്ള ഇംപെറ്റിഗോ, അതേപോലെ തന്നെ ഇംപെറ്റിക്കല്ല പെംഫിഗസ്, അതേപോലെ തന്നെ ഡെർമറ്റൈറ്റിസ്, മെറ്റാപ്ലേസിയ, ലോഫ്ലർ സിൻഡ്രം, ഇങ്ങനെ സാഹചര്യങ്ങളിലും നമുക്ക് മെയിനായിട്ട് ഈസ്നോഫിൽസിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ ഈസ്നോഫിലിയ എന്ന് പറയുന്നത് 400 മൈക്രോമീറ്ററിനെക്കാളും കൂടുതൽ ഈസ്നോഫിൽസിൻ്റെ അളവ് വരുമ്പോഴാണ് ഈസ്നോഫിലിയ വരുന്നത്. മെയിൻലി എന്തെങ്കിലും അലർജിക് ഡിസീസ് വരുമ്പോഴാണ്. അലർജി പറയുമ്പോൾ ആസ്മ, അതേപോലെ തന്നെ ഹേ ഫീവർ പറയാം, ഡ്രഗിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി പറയാം, പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആയിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രിയൽ പാരസൈറ്റിസം, അതേപോലെ തന്നെ സ്കിൻ ഡിസീസ് ആയിട്ടുള്ള പെംഫിഗസ്, അതേപോലെ സെല്ലുലൈറ്റിസ്, മെറ്റാപ്ലേസിയ, ലോഫ്ലർ സിൻഡ്രം ഒക്കെ വരുമ്പോൾ നമുക്ക് ഈസ്നോഫിൽസിൻ്റെ അളവ് കൂടും. സോ നോർമൽ റേഞ്ച് എത്രയായിരുന്നു? 12 to 18 മൈക്രോമീറ്റേഴ്സ് ആണ്. അതിൻ്റെ ഫംഗ്ഷൻ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുക. ചാർക്കോൾ ലീഡൻ ക്രിസ്റ്റലുകളെ നമ്മുടെ ആരൊക്കെ കേസിലാണ് നമ്മുടെ ആസ്മ പേഷ്യൻറ്റുകളിൽ അവർ റിലീസ് ചെയ്യിപ്പിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈസ്നോഫിൽസിനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ.